അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വുമൺസ് ഡേ 2024 വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മൂവാറ്റുപുഴ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് നിവേദിത MA ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വനിതാ അഭിഭാഷകർ ഒരുക്കിയ വിപണനമേളയിൽ ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വുമൻസ് ഡേ 2024 വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ബാർ അസോസിയേഷൻ ഓഫീസിൽ നടന്ന വനിതാ ദിനാഘോഷ പരിപാടികൾ മൂവാറ്റുപുഴ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് നിവേദിത MA ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും വനിതകൾ ഒരു കാലഘട്ടത്തിൽ നേരിട്ടിരുന്ന പല വെല്ലുവിളികളും അതിനെ അതിജീവിച്ചതിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ അന്താരാഷ്ട്ര വനിതാ ദിനവും. ഇത്തവണത്തെ തീം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നുള്ളതാണ്. സ്ത്രീകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും വിദ്യാഭ്യാസമാവാം, അവരെ സെൽഫ് റിലയന്റ് ആക്കുന്ന കാര്യങ്ങളാവാം, അവരെ ഇൻഡിപെൻഡന്റ് ആക്കുന്ന പല ആസ്പെക്റ്റുകളും അതിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലൊരു സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് എംപവർമെന്റ് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഇന്റേണൽ സൊസൈറ്റി ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് യാതൊരു തർക്കവുമില്ല. ഇതിന്റെ ഭാഗമായിട്ട് വുമൺ എംപവർമെന്റ്, ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് ഹെൽത്തി ലൈഫ്, ഈ 3 കൺസെപ്റ്റിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി വനിതാ അഭിഭാഷകർ ഒരുക്കിയ വിപണനമേളയും ശ്രദ്ധേയമായി. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ബിജു ചക്കാലക്കൻ വിപണനമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ കോടതിയിലെ ജൂനിയർ അഭിഭാഷക സ്വാതി ശശി എഴുതിയ കവിതാ സമാഹാരം അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു ചക്കാലക്കൻ പ്രകാശനം ചെയ്തു. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി, വുമൺ എംപവർമെന്റിന് വേണ്ടി, അവരെ ജെൻഡർ ഇക്വാലിറ്റിയുടെ പേര് പറഞ്ഞ് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ പല രാഷ്ട്രീയ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ആ ജെൻഡർ ഇക്വാലിറ്റി നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിട്ടുണ്ടോ? ഇല്ല. 50% ലെജിസ്ലേച്ചറിലേക്ക് പ്രാതിനിധ്യം കൊടുക്കുവാനുള്ള ഒരു ആലോചന, ഒരു ചർച്ച നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ? ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട്, നിയമസഭയിൽ പ്രാതിനിധ്യമുണ്ട്, പാർലമെന്റിൽ പ്രാതിനിധ്യമുണ്ട്, പ്രാദേശിക ഗവൺമെന്റിൽ പ്രാതിനിധ്യമുണ്ട്. പക്ഷേ ഒരിക്കലും അതൊരു തുല്യമായ വ്യവസ്ഥയിൽ 50-50 എന്നുള്ള വ്യവസ്ഥയിലേക്ക് വരുന്ന കാലഘട്ടത്തിന് വേണ്ടി ഈ വനിതകൾ, ഈ സമൂഹമാകെ ചർച്ച നടത്തുകയും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെ അതൊരു ചർച്ചയാക്കി മാറ്റി അവർക്കൊരു ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും അതേപോലെ പ്രവർത്തനങ്ങളും നടക്കണം. ചടങ്ങിൽ വുമൻസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആനി OP അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് GT അഗസ്റ്റിൻ, ഷീജ മോൾ, സരിത TR, ലീന തോമസ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.